കൊച്ചിന് സ്കൂളിലേക്ക് ദോശയാണ്. കൊച്ചിന് ദോശ സാമ്പാറും ഒരു ദോശ ഇഷ്ടം. സാമ്പാറിന് ചൂടാക്കാൻ വെച്ചു. അതിന് വെള്ളം ഇന്ന് നാരങ്ങ വെള്ളം കൊടുത്തു വിടാനെ കൊണ്ട് അവൻ ആ കുപ്പി കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ഇന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനേ പറ്റും. അതുകൊണ്ടിന്ന് നാരങ്ങ പിഴിയുന്നില്ല. നമുക്ക് അടുത്ത ടിഫിനകത്ത് ഇഡലിയാണ് കണ്ടോ, നല്ല സോഫ്റ്റ് ഇഡലി. നോക്കിക്കേ, നല്ല സോഫ്റ്റ് ഇഡലി. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. ദിലീപ് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി കേക്കൊന്നും വാങ്ങിച്ചില്ലേന്ന്. കേക്ക് വാങ്ങിക്കുന്നുണ്ട് ദിലീപ്, ഞാൻ വാങ്ങിക്കുന്നില്ല. എനിക്ക് ഇവിടെ ഇന്നലെ എൻ്റെ അടുത്ത് ഇവിടെ ചോദിച്ചു, കേക്ക് വാങ്ങിക്കട്ടെ ചേച്ചി, ഇന്ന് കേക്ക് മുറിക്കുന്നോ അതോ വ്യാഴാഴ്ച അനിയത്തി വരും, അപ്പോൾ വ്യാഴാഴ്ച പോരേന്ന് ചോദിച്ചു. അപ്പം ഞാനും പറഞ്ഞു മതിയെന്ന്. അനിയത്തി കൂട്ടുകാരി ലത എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരിയുണ്ട്. അപ്പം അവരെല്ലാം വ്യാഴം വെള്ളി ഫ്രീ ആണല്ലോ. വ്യാഴവും വെള്ളിയുമല്ല, വ്യാഴം വൈകിട്ടും വെള്ളിയാഴ്ച ലീവായതുകൊണ്ട് വൈകിട്ട് കൂടാമല്ലോ. അപ്പം വ്യാഴാഴ്ച അതിപ്പാണ്ട് കൊച്ചു സ്കൂളിലോട്ട് പോയപ്പോഴും അവൻ ഇന്നും പറഞ്ഞിട്ടാണ് പോയെ, ആൻറ്റി ഹാപ്പി ബർത്ത്ഡേ എന്ന്. ഞാൻ ചോദിച്ചു ദിവസവും ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. അന്നേരം അവരുടെ അച്ഛൻ പറയുന്നു, അത് വ്യാഴാഴ്ച നമുക്ക് കേക്ക് മുറിക്കാം മോനെ. അപ്പം നാളെ ചിലപ്പം കേക്ക് മുറിക്കുക ഉണ്ടായിരിക്കും, ചിലപ്പോഴല്ല, ഉറപ്പായിട്ടുണ്ട് വൈകുന്നേരമായിരിക്കും. അവർക്ക് ശരിയാവുന്നില്ല കൂട്ടുകാരെ. അപ്പം ടിഫിൻ ഇഡലി മുട്ടയുണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് സാമ്പാർ വയ്ക്കാം. സാമ്പാർ
ഒരാൾക്ക് ഇഷ്ടം സാമ്പാറും ഇഡ്ഡലി സാമ്പാറും, ഒരാൾക്ക് അല്ല ഇഡ്ഡലിയും കടലക്കറി. പിന്നെ ഒരാൾക്ക് ഇഷ്ടം ഈ ദോശയും സാമ്പാറും. പക്ഷെ ഞാൻ കടലക്കറി ഉണ്ടാക്കിയില്ല, അത് വേറൊരു സത്യം. ഞാൻ സാമ്പാർ തന്നെയാണ് വെച്ചത്. അപ്പോൾ രണ്ടും കൂടെ വെച്ചാൽ വേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ സാമ്പാർ വെച്ചു. ഇഡലിയും സാമ്പാറും അല്ലേ നല്ലത്? ഇഡലിയും കടലക്കറിയാണ് ഇവിടെ ഇഷ്ടം. ഞാനേതായാലും ഇഡലിയും സാമ്പാറും ദോശയും സാമ്പാറും. കൊച്ചിനിഷ്ടം ദോശയും സാമ്പാറുമാണ്. അപ്പം വലിയവർക്കിഷ്ടം ഇഡ്ഡലിയും കടലക്കറി. ഞാൻ കടലക്കറി വയ്ക്കാൻ പോയില്ല. കടലക്കറിയും കൂടെ വെച്ചാൽ അത് വേസ്റ്റാവും, വേറെ കഴിക്കാൻ ആളില്ല. എന്തിനാ വെറുതെ വേസ്റ്റാക്കി കളയുന്നല്ലേ? അപ്പോൾ സാമ്പാറും വെച്ചു. ഇനി ഇത് ബാഗിൽ കൊണ്ടുവച്ചിട്ട് വരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. പിന്നെ ഷെജി ചേച്ചി പറഞ്ഞു പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും സംസാരം ഒരുപോലെയാണെന്ന്. എന്നാൽ ഇവിടെ എൻ്റെ പിള്ളേരും എല്ലാവരും എൻ്റെ അടുത്ത്, എൻ്റെ അനിയത്തിയൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? ചേച്ചിയുടെ വീഡിയോ കാണുന്ന ഉടനെ, ഞാൻ എപ്പോഴും ചേച്ചിയുടെ വീഡിയോ ഒരു വീഡിയോ പോലും വിടാതെ ചേച്ചിയുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അനിയത്തിയൊക്കെ പറയുന്നത് കണ്ടുപഠിക്കുക ഇതുപോലെ വേണം സംസാരിക്കാനെന്ന്. എൻ്റെ സംസാരം കൊള്ളത്തില്ലെന്നാണ് അവർ പറയുന്നത്. പിന്നെ ചേച്ചി ഇനി നമ്മൾ രണ്ടും ഒരുപോലെ കുറ്റമായിട്ടാണോ പറഞ്ഞത് അതോ നല്ലതായിട്ടാണോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ സംസാരം ശരിയല്ലെന്ന് എനിക്ക് തന്നെ അറിയാം. അതിനി നമ്മൾ പഠിച്ച് വരണം ഇതെങ്ങനെ സംസാരിക്കുന്നതെന്നുള്ളത്. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ചേച്ചിയുടെ സംസാരം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എനിക്കും ഇഷ്ടമാണ്. ഇവിടെ അനിയത്തിയും എല്ലാവരും പറയും ചേച്ചിയെ കണ്ടുപിടിക്കാൻ ഇങ്ങനെ വേണം സംസാരിക്കാനെന്ന്. പക്ഷേ എനിക്കറിയത്തില്ല ഇങ്ങനെ സംസാരിക്കണമെന്ന്. അങ്ങനെയൊക്കെ വിചാരിക്കും, പക്ഷേ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ചേച്ചി പോയ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അടുത്ത പ്രാവശ്യം വരുന്ന തന്നെ പളനി പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യവും പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഈ പ്രാവശ്യം പോകുന്ന കാര്യമൊന്നും തീരുമാനിച്ചില്ല. ചിലപ്പോൾ അനിയത്തിയുടെ മോടെ കല്യാണമുണ്ട്, അപ്പം അതിന് ചിലപ്പം പോകാൻ സാധ്യതയുണ്ട്. കാര്യം വീട്ടിൽ 3 കല്യാണം നടന്നിട്ട് എനിക്ക് കൂടാൻ പറ്റിയില്ല. അതുകൊണ്ട് ലാസ്റ്റിലത്തെ കല്യാണമായത്. ലാസ്റ്റിലത്തെ അല്ല, പിന്നെ ആങ്ങളുടെ മോനുണ്ട്. ഇത് അവൻ കുഞ്ഞാ, ചെറുതാ. പക്ഷേ ഇത് എൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കും അനിയത്തിയുടെ മോടെ. അപ്പം അതിന് ചിലപ്പോൾ നാട്ടിൽ പോയേക്കാന്നല്ല, എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. എൻ്റെ 2 മക്കളുടെ കല്യാണം ഞാൻ കൂടിയില്ല. അന്ന് കൊറോണ ടൈമിലായിരുന്നു. പോവാനല്ല ഞാൻ ഒരുങ്ങിയിരുന്നപ്പോഴത്തേക്ക് എയർപോർട്ടെല്ലാം പോവാൻ റെഡി ആയിരുന്നു. അപ്പോഴത്തേക്ക് എയർപോർട്ടൊക്കെ അടച്ച് ലോക്ക്ഡൗണായി. അപ്പോൾ പോകാൻ പറ്റിയില്ല. പിന്നെ അപ്പം 3 കല്യാണം അനിയത്തിയുടെ മോടെയും എൻ്റെ 2 മക്കളുടെയും കല്യാണം കൂടാൻ എനിക്ക് പറ്റിയില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അപ്പോൾ രാവിലത്തെ വിശേഷം ഇതൊക്കെ തന്നെയുള്ളൂ. ഇപ്പം ബോസ് ഇപ്പോൾ വന്ന് പറയുമായിരുന്നു, ചേച്ചി നാളെ കപ്പ വേവിക്കണം, നാളെ വൈകിട്ട് കപ്പ വേവിക്കണം. ഇന്നലെ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് തന്നെത്താനെ പാക്ക് ചെയ്ത് ഫ്രീസറിനകത്ത് വെക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചി ചൂരയുണ്ട്, അത് നാളെ വൈകിട്ട് ചൂര കറി വെക്കണം. അതിൻ്റെ തലയോടിട്ട് വെക്കണം. കപ്പ വാങ്ങിക്കാം നമുക്ക്. അത് ഞാൻ കാണിച്ചില്ല. മീൻ മേടിച്ച് കണ്ട മീനെല്ലാം തന്നെ കവറിനകത്ത് പാക്ക് ചെയ്ത് വെച്ചു. അപ്പം ഞങ്ങൾക്ക് ഉറക്കം നിൽക്കുന്നില്ല കേട്ടോ.
നാളെ വൈകിട്ടപ്പോൾ കപ്പയും മീൻ കറി പിന്നെ ഒരു ചിക്കനും കൂടെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. കേക്കും മേടിക്കാതെ പോരേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ മതിയെന്ന്. അപ്പം നാളെ വൈകിട്ട് ഞങ്ങൾ കേക്കൊക്കെ മേടിച്ച് മുറിക്കും. പിന്നെ അപ്പോൾ ചേച്ചിയുടെ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. തമിഴ്നാടൊക്കെ കേട്ടോ, തമിഴ്നാടും വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. സ്ഥലമൊക്കെ കാണാൻ അടിപൊളിയാണ്. കണ്ടപ്പോൾ അവിടെയൊക്കെ പോവാനൊക്കെ അങ്ങ് കൊതിയാവുക. എന്ത് ചെയ്യാനാ എടാ, ഇത് പറയും ആഗ്രഹിക്കും, അല്ലാതെ ഒരു രക്ഷയില്ല. കോട്ടുവാ വരുമോ, ഉറക്കം ശരിയാവുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരു കട്ടനിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആവും. കാര്യം വൈകിട്ട് ലേറ്റായാണ് കിടക്കുന്നത്. അതേപോലെ വെളുപ്പിന് 4 മണിയാകുമ്പോൾ ചാടി എണീക്കും. അപ്പോൾ എന്താ പറയുക, എന്തൊക്കെയോ പറയണമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ വീഡിയോ എടുക്കുന്നത്. പക്ഷേ വീഡിയോ എടുത്ത് കഴിയുന്നുണ്ടെങ്കിൽ എല്ലാം വിട്ടു പോവുക. അപ്പോൾ പിന്നെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ? രാവിലെ കട്ടനൊക്കെ കുടിച്ചോ? എല്ലാവരും കട്ടനൊക്കെ കുടിച്ചു കഴിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നു. ഇപ്പം നാട്ടിൽ നമ്മുടെ കുറേ സമയമായി കാണുമല്ലോ. ഇവിടെ ഇപ്പം 7 മണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കൊച്ചു സ്കൂളിൽ പോയി. ഇനി അടുത്ത പരിപാടി നോക്കണം ബാക്കിയുള്ളവരോട് പോയിട്ട്. അപ്പം വിശേഷം രാവിലത്തെ ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇപ്പം നല്ലൊരു പണി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീനകത്ത് കൊച്ചിൻ്റെ വെള്ള ഷൂ തുണിക്കകത്ത് കെട്ടി രാവിലെ തന്നെ അലക്കിയിടണമെന്ന്. തുണിക്കകത്ത് കെട്ടിയിട്ട് ഇടണമെന്ന്. അല്ലാതെ ഷൂ എന്താ പറയുക, അതെന്താ തുണിക്കകത്ത് കെട്ടിയിടണമെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു അത് അല്ലെങ്കിൽ ഷൂ ഇങ്ങനെ കിടന്ന് ആർക്കറിയാം. രാവിലെ പൊട്ടത്തരം എല്ലാവരും വിചാരിക്കും ഇവളെന്ത് ഈ പറയുന്നത്, രാവിലെ പൊട്ടത്തരം പറയുന്നു, വിളിച്ച് പറയുന്നു. പൊട്ടത്തരമൊന്നുമല്ല, എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. പിന്നെ എൻ്റെ ജോലിയുടെ കാര്യം ഞാനങ്ങ് പറയും. ഇതെല്ലാം എൻ്റെ ജോലിയുടെ ഭാഗമാണ്, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണേ. എത്ര മിനിറ്റായോ? 12. അപ്പോൾ പിന്നെന്നാ വിശേഷം? പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ഞാനൊരു വീഡിയോ ഇടാം. ഞാൻ കുഞ്ഞിൻ്റെ ഉണ്ട്, ഞാനൊരു വീഡിയോ ഇടാം. അതിൽ പിന്നെ ഞങ്ങളുടെ അമ്പലത്തിലെ എഴുന്നള്ളത്തിൻ്റെ വീഡിയോ ആണേ. അതിൽ ഞാനിപ്പോൾ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ മോൻ അതിൽ കൊടി പിടിക്കുന്നത് കേട്ടോ. അത് ശ്രദ്ധിച്ചാണേ. എൻ്റെ മൂത്ത മോൻ അതിനകത്ത് എഴുന്നള്ളത്തിൻ്റെ കൊടി, ജീവതയുടെ കൂടെ കൊടി പിടിക്കുമല്ലോ, ആ കൊടി പിടിക്കുന്ന എൻ്റെ മോനാണ്. ഞാനിടാം, എല്ലാവരും കാണണേ.